ഹലോ ഗൈസ്, അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 ഫൈനൽ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനി നമുക്കൊരു പണപ്പെട്ടി ടാസ്ക് വരാനുണ്ട്. കഴിഞ്ഞ സീസണിൽ സീക്രട്ട് ഏജന്റ് സായിയും അതിനു മുമ്പേ നാദിറയുമൊക്കെ എടുത്തു പോയ പണപ്പെട്ടി ടാസ്ക് ഈ കഴിഞ്ഞ ദിവസം നൂറയും ആദിലയും അതിനെക്കുറിച്ചൊരു ടോക്ക് ഉണ്ടായി. ഫൈനൽ 5-ൽ രണ്ടുപേരും ഒന്നിച്ച് മത്സരിച്ചാൽ വോട്ട് സ്പ്ലിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരാൾ ഈ പണപ്പെട്ടിയും എടുത്ത് പുറത്തു പോകുന്നതാണ് നല്ലത്. ആ രീതിയിലായിരുന്നു ആ സംസാരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് അവരുടെ ഇടയിലേക്ക് അനുമോൾ കയറി വരികയും അവർ സംസാരിച്ചു കൊണ്ടിരുന്ന ആ ടോക്കിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വഴുതി മാറി. പിന്നെ അനീഷേട്ടൻ ടോപ്പ് 5-ൽ എത്താൻ ചാൻസ് ഇല്ല, മറ്റുള്ള കണ്ടസ്റ്റൻസ് അതിന് സമ്മതിക്കില്ല എന്ന രീതിയിലൊക്കെയായിരുന്നു പിന്നീട് അവിടെ ഉണ്ടായിരുന്ന സംസാരം. എന്തായാലും ഇവർ പറഞ്ഞതുപോലെ ഒരാൾ പണപ്പെട്ടിയും എടുത്ത് പുറത്തു പോകാൻ തീരുമാനിച്ചാൽ ഇവർ എടുക്കുന്ന ഏറ്റവും നല്ല തീരുമാനം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം രണ്ടാൾക്ക് പകരം ഒരാൾ ഫൈനലിൽ മത്സരിച്ചാൽ രണ്ടാൾക്കും കിട്ടുന്ന ആ ഒരു വോട്ട് ആ ഫൈനലിൽ മത്സരിക്കുന്ന ആ ഒരു മത്സരാർത്ഥിക്ക് കിട്ടുമല്ലോ. അത് ഇവർക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് അറിയാലോ. പിന്നെ മറ്റ് ബിഗ് ബോസ് സീസണുകളെയും ഈ സീസണും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സീസൺ, എല്ലാ ദിവസവും എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീസൺ, എല്ലാ കണ്ടസ്റ്റൻസിനും പരസ്പരം കട്ടക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. ഒരാൾക്ക് പോലും മറ്റൊരാളുടെ മുൻപിൽ അടിയറവ് പറയേണ്ടി വരുന്നില്ല. ഈ അഖിൽമാരാർ വിജയിയായി പ്രഖ്യാപിച്ച സീസൺ 5-ൽ അയാൾ വിജയിയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ നമുക്കറിയായിരുന്നു അഖിൽമാരാർ തന്നെയാണ് വിജയിന്ന്. കാരണം അയാളോട് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന മറ്റൊരു കണ്ടസ്റ്റൻറ്റ് ആ സീസണിൽ ഉണ്ടായിരുന്നില്ല. ഏറെക്കുറെ അതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ സീസണും. ജിൻജോയോട് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന മറ്റു കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല എന്നല്ല, ഒരുപാട് സംസ്കാരശൂന്യമായ പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ട്. റോക്കി ബായി സിജോയെ അടിച്ച് അയാൾക്ക് എന്തൊക്കെയോ സർജറിയൊക്കെ വേണ്ടി വന്നു. അതുപോലെ ഒരുപാട് പദപ്രയോഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെയും ഓരോ ഇൻസിഡൻറ്റും എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സീസണിൽ സംസ്കാരശൂന്യമായ പ്രവൃത്തി എന്ന് പറയാനുള്ളത് ആ ഷാനവാസ് സ്ത്രീകളോടുള്ള പെരുമാറ്റം, ഇടിപൊടി എന്നുള്ള പെരുമാറ്റം, അല്ലാതെ വേറെ എടുത്ത് പറയാൻ പറ്റുന്ന മറ്റ് ഇൻസിഡൻ്റൊന്നും ഈ സീസണിൽ ഉണ്ടായിട്ടില്ല. പിന്നെ പോസിറ്റീവായിട്ട് പറയേണ്ട മറ്റൊരു കാര്യം, ലാലേട്ടൻ വരുന്ന ഓരോ വീക്കെൻഡ് ഫയറിംഗ് ആണ്. പ്രേക്ഷകർ ചോദിക്കാൻ വിചാരിച്ച ചോദ്യങ്ങളാണ് കണ്ടസ്റ്റൻസിനോട് ലാലേട്ടൻ ചോദിക്കുന്നത്. നൂറിയെയും ആദിലെയും വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല എന്നുള്ള വിഷയം, ഷാനവാസിൻ്റെ സ്ത്രീകളോടുള്ള പെരുമാറ്റം, അനീഷിൻ്റെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി, നിവിൻ്റെ ഭക്ഷണപ്രിയം, അനുമോളുടെ CID പണി, ആര്യൻ ജിസേലിൻ്റെ പ്രണയം, എല്ലാം പ്രേക്ഷകർ ചോദിക്കാൻ മനസ്സിൽ വിചാരിച്ച ചോദ്യങ്ങളാണ് ലാലേട്ടൻ്റെ ഓരോ വീക്കെൻഡിലെ ഫയറിങ്ങും. എന്തായാലും ഈ സീസൺ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഒരു ബിഗ് ബോസ് പ്രേക്ഷകരാണെങ്കിൽ ഈ സീസണിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായി അറിയിക്കണം.